ആവള സംവാദം കഴിയുമ്പോൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി എടുത്തു വെച്ച പോസ്റ്ററുകളും പോസ്റ്റുകളും പിൻവലിക്കേണ്ടി വന്നു. കുറച്ച് ആദ്യം വിട്ടുനോക്കി. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടൊരു ഇതുവരെ ഉദിച്ചിട്ടില്ലാത്തൊരു പത്രമുണ്ട്, നേരം വെളുത്തിട്ടില്ല, പേര് സുപ്രഭാതം എന്നാണ്. ഇതുവരെ നേരം വെളുക്കാത്തൊരു പത്രത്തിലൂടെ പരസ്യം കൊടുത്തു ഇവര്. മുജാഹിദുകൾ പേരേമ്പ്ര സംവാദം, ആ സംവാദത്തിൽ ഇതാ തോറ്റുപോയിരിക്കുന്നു, പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഇവർ പരസ്യം കൊടുത്തത്. ഇത് വായിച്ചിട്ട് കുറേ ആളുകൾ ഇടങ്ങേറായി. ചില സമസ്തക്കാർ അല്ല ഇതിൻ്റെ CD എവിടെ, ഇതൊന്ന് കാണണമല്ലോ, മുജാഹിദുകൾ തോറ്റുപോയത്, മുജാഹിദുകൾ പരാജയപ്പെട്ടു പോയത്, മുജാഹിദുകൾ ഇല്ലാതായി പോയത് ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് CD വാങ്ങിക്കൊണ്ടുപോയി കേട്ടു നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണോ നമ്മൾ ജയിക്കൽ? അല്ല, ഇങ്ങനെ ജയിക്കൽ. പണ്ടൊരു കവിയെ പറ്റി പറയാറുണ്ട്. ഒരു കവി അയാൾ അങ്ങാടി പോയി നല്ല തല്ലുകൊണ്ടു. ആളുകളുടെ മെക്കിട്ട് കയറി ഒരാൾ പിടിച്ച് നല്ല പൂശു കൊടുത്തു കവിക്കിട്ട്. അങ്ങനെ കവി അടികൊണ്ട് അവശനായി മടങ്ങിപ്പോരുകയാണ്. ആ അടികൊണ്ട് അവശനായി മടങ്ങിപ്പോരുന്ന കവി അയാളിങ്ങനെ വരുന്നുണ്ടപ്പോൾ വേറെ ആൾ ചോദിച്ചു, അല്ല കവി എന്ത് പറ്റി, എവിടുന്നാ വരണേ? ഒന്നും പറയണ്ട, എൻ്റെ അടുക്കലാണ് അവൻ്റെ വേല, എൻ്റെ മേലെ അവൻ വന്നു, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി, കൊടുത്തു ഞാൻ അവൻ എനിക്ക് 2 എന്ന് പറഞ്ഞു കവി. അവസാനം കഴിഞ്ഞ് നോക്കുമ്പോൾ അടി കൊടുത്ത ആൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ പഴയ ആൾ ചോദിച്ചു, അല്ല കവി എന്തോ പറഞ്ഞിട്ട് പോകണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട, മെക്കിട്ട് കയറാൻ വന്ന 2 ഞാൻ കൊടുത്താ വിട്ടത് എന്ന് പറഞ്ഞു. 2 കൊടുത്താ വിട്ടത്. അപ്പോൾ ഇയാൾ പിന്നെ കവിയെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല കവി നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലോ, അയാൾ നിങ്ങൾക്കിട്ട 2 തന്നത് എന്നാണല്ലോ അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ കവി പറഞ്ഞു, അതല്ലേ ഞാനും പറഞ്ഞത്, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി, കൊടുത്തു ഞാൻ അവൻ എനിക്ക് 2 എന്നാണ് ഞാനും പറഞ്ഞത്. ഇതാ ഈ ജാതി വർത്താനാണ് അവിടെ ഇതുവരെ നേരം വിളിക്കാത്ത സുപ്രഭാത പത്രക്കാരെഴുതിയത്. സംഗതി ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രപരസ്യം കൊടുത്തു. CD കണ്ടു നോക്കുമ്പോൾ സംഗതി നേരെ തിരിച്ചാ, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി, കൊടുത്തു ഞാൻ അവൻ എനിക്ക് 2 എന്ന് പറഞ്ഞ കോലത്തിലാണ് CD കണ്ട ആളുകൾ, പ്രായം ചെന്ന ഉമ്മമാർ പോലും പ്രതികരിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവർക്ക് മുസ്ലിയാമാരെ പോലല്ലല്ലോ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഒരു വരുമാന മാർഗമോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് ഏതെങ്കിലും ഉപജീവനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ഒന്നുമല്ല അവർ ലക്ഷ്യം വെക്കുന്നത്. നിഷ്കളങ്ക മനസ്സുമായി കാര്യങ്ങളെ കേട്ട ആളുകൾ, മനസ്സിലാക്കിയ ആളുകൾ, മനസ്സിലാക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം സംവാദങ്ങൾ എപ്പോഴും അവരുടെ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്.